ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ലൈറ്റിംഗ് സെറ്റപ്പ് റെഡിയായി, ബോർഡ് ശരിയായി, എല്ലാം ശരിയായി. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു വാമപ്പിന് വേണ്ടി. വി ആർ ഗോൺ സ്റ്റാർട്ട് വിത്ത് KS തിങ്. ബട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. സോ ലെറ്റ്സ് സീ. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. ഞാൻ എക്കണോമിക്സിന്റെ ക്ലാസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒരുപാട് പേർക്ക് എക്കണോമിക്സ് ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു. സോ ഇത് KS മെയിൻസിന് ഉപയോഗിക്കാം, നിങ്ങൾക്ക് UPSC പ്രിലിംസിന് ഉപയോഗിക്കാം, ഓൾസോ ഫോർ മൈ ഡിയർ വിഷൻ LDC കാർക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ എക്കണോമി പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇസ് എന്താണ്, നമ്മൾ എന്താണ് എക്കണോമി പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? എക്കണോമി പഠിക്കുന്നത് എന്തിനാണ്? മെയിനായിട്ടും അതിന്റെ കാര്യങ്ങൾ അറിയാം അല്ലെ. നമ്മുടെ എക്കണോമി തകർച്ചയിലാണോ അല്ലെങ്കിൽ വളർച്ചയിലാണോ, ഇതൊക്കെ അറിയുന്നത് എങ്ങനെയാണ് GDP വെച്ചിട്ടല്ലേ. മോർ ഓഫൺ നമ്മൾ GDP വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് GDP എന്ന് അറിയോ ആർക്കെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് GDP? കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഓക്കെ, എനിവേസ് എന്താണ് GDP? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം എങ്ങനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു. നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നു. ആ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുന്ന ഒരു വഴിയാണ് ഇത് GDP. ഇതാണ് GDP. ഓക്കെ, സോ നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുന്നതാണ് GDP വഴി, അതേപോലെ GNP വഴി, അതേപോലെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് വഴി, അതുപോലെ നമ്മളെ മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം എടുക്കും. സോ ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ GDP എന്ന് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് GDP കാൽക്കുലേഷൻ നോക്കാം, എങ്ങനെയാന്ന് നോക്കാം. സോ എന്താണ് GDP? എല്ലാവരും GDP എന്ന് കേൾക്കും അല്ലെ. അതിന് മുന്നേ GDP എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ നിങ്ങൾ നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന സെയിം സാധനം തന്നെയാണ്, നമ്മുടെ ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള ഇൻകം. ഓക്കെ, അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇൻകം ആണ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പൊ ആ ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണ് ഇത് GDP. ഓക്കെ, അപ്പൊ GDP ഉണ്ട്, GNP ഉണ്ട്, എന്താന്ന് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. സോ എന്താണ് GDP? പേര് തന്നെയുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ. അപ്പൊ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ വേർഡാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ കീ വേർഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്നൊക്കെ കേട്ടില്ലേ? എന്താണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്? ഇന്റർനാഷണൽ ഫ്ലൈറ്റും ഉണ്ട്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഉണ്ട്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലോകത്ത് എവിടെ വേണോ സഞ്ചരിക്കാം അല്ലെ. പക്ഷെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റോ ഇന്ത്യക്ക് അകത്ത് മാത്രം സഞ്ചരിക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് ഇതും, ഇന്ത്യക്ക് അകത്ത് മാത്രമുള്ള സാധനങ്ങൾ അല്ലെ. ഇന്ത്യയുടെ ടെറിട്ടറിക്ക് ഉള്ളിലുള്ള എവിടെയൊക്കെ ഇൻകം കിട്ടുന്നുണ്ടോ ആ ഇൻകം എല്ലാം കൂടെ ചേർന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ആ ടെറിട്ടറിക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന പ്രൊഡക്ട്സും സർവീസസിന്റെയും മൊത്തത്തിലുള്ള ഇൻകം ആണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. എന്താണ്? മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി, അത് ഇൻറ്റു പ്രൈസ് ആണ് എന്ത്? GDP. ഓക്കെ, സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യക്കകത്ത്, ഇന്ത്യയുടെ ടെറിട്ടറി ഫുള്ളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ടെറിട്ടറിക്കകത്ത് ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന സാധനമാണ് GDP. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കാം, അപ്പൊ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് മാത്രം മതിയോ, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വേണ്ടേ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വരുന്നുണ്ട്, അതാണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. സോ GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? GDP എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളത്, നമ്മുടെ ടെറിട്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന, ഇന്ത്യൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന, അതിലിപ്പോ എന്തും വരാം. ഇപ്പോ മൈക്രോസോഫ്റ്റ് കമ്പനി ഉണ്ടെങ്കിൽ, ആപ്പിൾ കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ ഇൻകം ഈ GDPയിൽ വരും. മനസ്സിലായില്ലേ? അതേസമയം GNPയിലോ നമ്മളെ ഗ്ലോബൽ ആയിട്ടുള്ള, നമ്മുടെ വേൾഡിൽ തന്നെയുള്ള എല്ലാ ഇന്ത്യൻസിന്റെയും എന്താണ് അവരുടെ ഇൻകം എല്ലാം കൂടെ കൂട്ടുന്നതാണ് ഏത്? GNP. ഇപ്പൊ ഇൻഫോസിസിന് ഇൻഫോസിസ് ഹാസ് സ്റ്റാർട്ടഡ് സംതിങ് ഇൻ അമേരിക്കൻ കമ്പനി. അമേരിക്കയിൽ പോയിട്ട് അവർ ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻഫോസിസ് ഇന്ത്യൻ കമ്പനി, അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതിൽ വരും?
GNP വരും, പക്ഷെ GDP വരത്തില്ല. കാരണം എന്താണ്, അവര് ബേസ് ചെയ്തിരിക്കുന്നത്, അവര് വരും പക്ഷെ ആ അമേരിക്കയിൽ കിട്ടുന്ന ഇൻകം ഇതിൽ എടുക്കത്തില്ല. മനസ്സിലായില്ലേ? അതായത് ഗ്ലോബലി ഇന്ത്യൻസിന്റെ ഫുൾ ഇൻകം വരുന്നതാണ് നാഷണൽ ഇൻകം. അതേസമയം ഗ്ലോബൽ അല്ലാത്ത രീതിയിൽ, ഗ്ലോബലി അല്ലാതെ എന്താ പറയാ, നമ്മുടെ ടെറിട്ടറിക്ക് ഉള്ളിൽ തന്നെ വരുന്ന ഇൻകമിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ GNP എന്ന് വെച്ചാൽ എന്താണ്, നാഷണൽ പ്രൊഡക്റ്റ്, ഇന്റർനാഷണൽ ആണ്. അതായത് നമുക്ക് ഈ ലോകത്തുള്ള എവിടെയൊക്കെ ഇന്ത്യൻസ് ഉണ്ടോ അവരുടെയൊക്കെ ഇൻകം ആണ് GNP വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിഫറൻസ് ജസ്റ്റ് നോക്കിയിട്ട് സെറ്റ് ആക്കാൻ പോകണം. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു ടെറിട്ടറിക്ക് ഉള്ളിൽ ഉള്ളതാണ് അല്ലെ. നമ്മുടെ ഇന്ത്യക്കകത്ത് ഏതൊക്കെ കമ്പനീസ് ഉണ്ടോ, ആപ്പിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഇന്ത്യൻ കമ്പനീസ് ആവട്ടെ, ഫോറിൻ കമ്പനീസ് ആവട്ടെ, എല്ലാ കമ്പനീസും നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിക്ക് ഉള്ളിലാണോ എങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും അതിന്റെ ഫുൾ പ്രൊഡക്റ്റും സർവീസസും നമ്മൾ ആഡ് ചെയ്യും. മോണിറ്ററി വാല്യൂ ആണ് കേട്ടോ, രണ്ടിന് സെയിം ആണ്. മോണിറ്ററി വാല്യൂ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് എന്ത് രണ്ടും വരുന്നത് കേട്ടോ. മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ദി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി ടെറിട്ടറി ഓഫ് ദി കൺട്രി ആണെങ്കിൽ GDP. മറ്റേതെന്ന് പറയുന്നത് ഓൾ നാഷണൽസ്, എന്താണ്, അതായത് ഇന്ത്യൻ സിറ്റിസൺസ്, റെസിഡൻസ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അവരുടെ സർവീസസ്, അവരുടെ ടേൺ ഓവർ, അവരുടെ ബിസിനസ്, എല്ലാ സംഭവങ്ങളും വരുന്നതാണ് നാഷണൽ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ഡൊമസ്റ്റിക് ടെർമിനൽ ആണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ടെർമിനൽ ആണ്, ഇതിൽ എല്ലാവരും വരും. മനസ്സിലായില്ല? പക്ഷെ ഇതിൽ വരാത്ത ആൾക്കാരുണ്ട്. ആരാണ്? ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത. ഇപ്പൊ മൈക്രോസോഫ്റ്റ് കമ്പനീസ് ഒക്കെ ഇന്ത്യയിലുണ്ടെങ്കിൽ അവരത് ഇതിൽ വരത്തില്ല. ഓക്കെ, ഇനി GDP-യിൽ നിന്ന് നമ്മൾ എങ്ങനെ GNP-യിലേക്ക് എത്തും എന്നുള്ളതാണ്. ഓക്കെ, സോ GDP എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു നമ്മുടെ ടെറിട്ടറിക്കകത്തുള്ള മൊത്തത്തിലുള്ള മോണിറ്ററി വാല്യൂ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് GDP. സോ GDP is equal to GDP എന്ന് പറഞ്ഞാൽ എന്താണ് GDP? സോ GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാം. അപ്പൊ ഈ GDP-യും GNP അതിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഈ GDP-യും GNP-യുടെയും ഈ രണ്ടിന്റെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കണക്ട് ചെയ്ത് പഠിക്കണം അല്ലെ. ഇത് അങ്ങനെയല്ല, ആക്ച്വലി ഇതിന് കണക്ഷൻ ഉണ്ട്. സോ ആ കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഉറപ്പായിട്ടും എല്ലാ നാഷണലിന്റെയും ഇൻകവും വരുന്നത് GDP-യിൽ വരത്തില്ലേ? അതായത് എല്ലാ സിറ്റിസൺസും, അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന്റെ എല്ലാവരുടെയും ഇൻകമും പ്രൊഡക്ട്സും എല്ലാം GDP-യിൽ വരത്തില്ലേ? വരും അല്ലെ. അപ്പൊ GDP എന്തായാലും ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം വരും. അതെന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടും കൂടെ ആഡ് ചെയ്ത് GDP-ന്റെ കൂടെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് GNP കിട്ടും. മനസ്സിലായോ? ഈ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഇന്ത്യ എങ്കിൽ ഇന്ത്യയുടെ വെളിയിലേക്ക് നമ്മൾ കൊടുത്തയക്കുന്നതാണ് എന്ത്? എക്സ്പോർട്ട്, എക്സ്റ്റീരിയർ. അതേസമയം നമ്മൾ ഇന്ത്യയിലോട്ട് വരുത്തുന്നതാണ് എന്ത്? ഇമ്പോർട്ട് അല്ലെ. അപ്പോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് കൊടുക്കുന്നത് അത് പ്രൊഡക്ട്സ് എന്താവാം? സർവീസസ് ആവാം, ഗുഡ്സ് ആവാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മോണിറ്ററി വാല്യൂ ഓഫ് പ്രൊഡക്ട്സ് സർവീസസ് എന്ന് പറയുമ്പോൾ രണ്ടും വരും. എന്തൊക്കെ വരും? ഗുഡ്സും വരും, സർവീസസും വരും. നമ്മൾ സാധനങ്ങളും വരും, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ഒരുപാട് പേര് അമേരിക്കയിൽ പോയി അമേരിക്കൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരുപാട് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആ ഒരു പ്രൊഡക്ട്സും സർവീസസും ഇതിൽ വരും. ഓക്കെ, അതായത് മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ദി പ്രൊഡക്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സും സർവീസസും വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് പുറത്തയക്കുന്ന ആരൊക്കെ വരും? റെമിറ്റൻസ് വരും അല്ലെ. അതായത് നമ്മുടെ ഇവിടെ ഉള്ള പ്രവാസികളുടെ വരുമാനം, അത് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന ആൾക്കാരാണ് എന്ത്? ഇവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അയക്കുന്നു, അവർക്ക് കിട്ടുന്ന സാലറിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന സാധനം അല്ലെ. ഇമ്പോർട്ടായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. നമുക്ക് എന്തൊക്കെ കിട്ടുന്നു ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ നോക്കുക. അതായത് എങ്ങോട്ടാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ ആക്ച്വലി അതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്മളിവിടെ ആഡ് ചെയ്യുന്ന എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. സോ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ ആണല്ലോ. സോ GNP എന്ന് വെച്ചാൽ എന്താണ്? GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം
എബ്രോഡ്. സോ ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റുമായി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായി ഇനി ഇതിൽ നെറ്റ് കിട്ടണം. അതായത് ഇത് ഗ്രോസ് ആണ്. അപ്പൊ NDP ഉണ്ട്, NNP ഉണ്ട്, സോറി NDP ഉണ്ട്, NNP ഉണ്ട്. സിമ്പിൾ ആണ്. ഈ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് NDP. അതുപോലെ തന്നെയാണ് ഇവിടെയും GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത് NNP. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് GDP കാൽക്കുലേഷൻ ആണ്. ഞാൻ പറഞ്ഞു ഏതൊക്കെ മെത്തേഡ് ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഇതിലെ പ്രൊഡക്റ്റ് മെത്തേഡ് എല്ലാവർക്കും അറിയാം. എന്താണ്, നമ്മളിപ്പോ ഒരു കമ്പനിയുടെ, അതായത് നമ്മുടെ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ GDP അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കുകയാണ്. നമ്മൾ എല്ലാം ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ്. എന്താണ് ഗ്രോസ് വാല്യൂ ആഡഡ്? എന്താണ് GV എന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു കമ്പനി ഒരു ഷർട്ട് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു സാരി ഉണ്ടാക്കുകയാണ്. സോ അവർക്ക് വരുന്ന ചെലവ് എന്തൊക്കെയായിരിക്കും ഒരു ചെലവ്? ഫസ്റ്റ് അവർക്ക് സ്ഥലം വേണം അല്ലെ, കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സ്ഥലം വേണം. അതുപോലെ തന്നെ അവർക്ക് റോ ആയിട്ട് എന്ത് വേണം? റോ സിൽക്ക് വേണം അല്ലെ, റോ സിൽക്ക് വേണം. സിൽക്ക് സാരിയാന്ന് വെക്കാം. ഓക്കെ, അപ്പൊ റോ സിൽക്ക് വേണം. അപ്പൊ അതിനു വേണ്ടി ആൾക്കാർ വേണം, ഹ്യൂമൻസ് വേണം അല്ലെ, ലേബർ നടക്കുന്നുണ്ട്. അപ്പം ഹ്യൂമൻസ് വേണം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വരും അല്ലെ. ഓക്കെ, ഇനി ഇടയ്ക്ക് ഇവരൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അതിന് ശേഷമാണ് സാരി ആയിട്ട് മാറുന്നത് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. അതായത് നമ്മൾ ഇത്രയും പണം മുടക്കി നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ് ഗ്രോസ് വാല്യൂ. ഓക്കെ, സോ ഗ്രോസ് വാല്യൂ ആഡഡിന്റെ എല്ലാ കമ്പനി, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസിന്റെയും അവരുടെ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ അഡീഷൻ ആണ് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. സോ സം ഓഫ് സിഗ്മ GVA ആണ് GDP. എന്താണ്? ഓൾ ദി ഗ്രോസ് വാല്യൂ ആഡഡ്. സം ഓഫ് ദി ഓൾ ദി ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് GDP. അങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അപ്പൊ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആവുമ്പോ ഒരു ഫോമിലാണ്, പഠിച്ചു വെച്ചാൽ മതി. പറഞ്ഞുതരാം എങ്ങനെ വരുന്നതെന്ന്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആവുമ്പോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് എക്സ്പോർട്ട്. ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് എത്ര സ്പെൻഡ് ചെയ്യുന്നുള്ള, അതായത് നമ്മളിപ്പോ കൺസ്യൂം ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്യൂം ചെയ്യാണ്. പിന്നെ ബാക്കി വരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യാണ്. പിന്നെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി കുറെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട്, ഓക്കെ, എക്സ്പോർട്ട് മീൻസ് വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് എക്സ്പോർട്ട്സ് ആണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ GDP. സോ C പ്ലസ് I പ്ലസ് G പ്ലസ് X ആണ് എന്ത്? GDP. ഓക്കെ, ഇത് ഫോർമുലയാണ് കേട്ടോ. അപ്പൊ നമ്മളെ GDP എങ്ങനെ കൂട്ടാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, കൺസംഷൻ കൂട്ടുക. അങ്ങനെ കൂടുമ്പോൾ GDP ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പൊ ഇതെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം, ഇൻകം മെത്തേഡ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ഇൻകം കിട്ടുന്നത്. നമ്മൾ ഒരു ബോക്സ് ഇട്ട് പഠിക്കാറുണ്ട്. എന്താണ് ബോക്സ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കമ്പനി ഉണ്ട് ഇവിടെ നമ്മളെ വീടാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊരു ഫാക്ടറി വന്നു. ഓക്കെ, അപ്പൊ നമ്മളെ വീട്ടിൽ ആർക്കും ജോലിയില്ല. അപ്പൊ നമ്മൾ കുറച്ചുപേര് അങ്ങോട്ട് പോവാണ്, ലേബർ അല്ലെ, ജോലിക്ക് പോവാണ്. ഓക്കെ, പിന്നെ കമ്പനി നമുക്ക് കുറെ എന്ത് തരുന്നുണ്ട്? പ്രൊഡക്ട്സ് തരുന്നുണ്ട് അല്ലെ, കുറെ പ്രൊഡക്ട്സ് തരുന്നുണ്ട്. സോ ഇത് കമ്പനി, ഇത് നമ്മുടെ വീട്, ഹൗസ് എന്തായാലും. ഓക്കെ, സോ കമ്പനിക്ക് നമ്മൾ കുറെ ലേബർ കൊടുക്കുന്നുണ്ട്, കമ്പനി നമുക്ക് തിരിച്ച് പ്രൊഡക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻകം മെത്തേഡാണ്. ഓക്കെ, അതുപോലെ തന്നെ
കമ്പനി ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് തരുന്നുണ്ട്, അതാണ് ഈ പ്രൊഡക്ട്സ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട് അല്ലെ. പൈസ കൊടുത്തിട്ടാണ് ആ സർവീസസ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ആയാലും അല്ലെങ്കിൽ അവർ പുതിയ ചപ്പലായിരിക്കും, ഒരു ചപ്പൽ അവരുടെ ഒരു കമ്പനി ആയിരിക്കും, അപ്പൊ അവർ ചപ്പൽ ഉണ്ടാക്കുന്നത് അത് വാങ്ങുന്നത് നമ്മൾ ചുമ്മാ അല്ല വാങ്ങുന്നത്, പൈസ കൊടുത്താണ് വാങ്ങുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ സെല്ലിങ് അല്ലെ, വി ആർ ബൈയിങ് ഇറ്റ്, ബൈയിങ് ഫോർ മണി. അപ്പൊ ഇവിടെ തിരിച്ച് ഇവര് നമ്മൾക്ക് എന്ത് തരുന്നുണ്ട്, നമ്മൾ ലേബർ കൊടുക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് ആ ലേബറിന് കൂലിയായിട്ട് അവർ എന്ത് തരുന്നുണ്ട്, വേജസ് തരുന്നുണ്ട്. എന്താണ് വേജസ് അല്ലെങ്കിൽ സാലറി, കാണാൻ പറ്റുന്നോ എനിക്കറിയില്ല. സോ ഞാൻ ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സോ അത് കണ്ടാൽ മതി. സോ കമ്പനി ഹോം നമ്മുടെ വീടിന്റെ അടുത്ത് വരുന്ന ഒരു കമ്പനിയാണ്. സോ അപ്പൊ നമ്മൾ ആ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി ആൾക്കാരൊക്കെ കൊടുക്കും. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജോലിക്ക് വന്നു, അവർക്ക് സാലറി കിട്ടുന്നു, അവർ ഒരുപാട് പ്രൊഡക്ട്സ് ആയിരുന്നു, നമ്മൾ ആ പ്രൊഡക്ട്സ് വാങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇൻകം മെത്തേഡിൽ എങ്ങനെ വരും? ഒന്ന്, ഈ കമ്പനി ഒരു സ്ഥലം വാങ്ങിച്ച് അല്ലെങ്കിൽ സ്ഥലം കടമെടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ റെന്റിനായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. അപ്പം ഇതിൽ റെന്റ് വരും, പിന്നെ നമുക്ക് വരുന്ന വേജസ് വരും, പിന്നെ വരുന്ന ഇൻകം വരും. ഓക്കെ, സോ റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻകം. Wages, profit, investment. Oh my god. So ഇതിൽ വരുന്നത് വേജസ്, സോ ഇൻകം മെത്തേഡിൽ വരുന്ന എന്തൊക്കെയാണ്, വേജസ് കൊടുക്കുന്ന സാലറി, അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പേയ്മെന്റ് ഇൻട്രസ്റ്റ്, പിന്നെ അവര് കൊടുക്കുന്ന റെന്റ്, പിന്നെ എന്താണ് അവർക്ക് കിട്ടുന്ന വേജസ്, നമ്മൾ കൊടുക്കുന്ന വേജസ്, ഇൻകം, റെന്റ്, പ്രോഫിറ്റ്. ഇത് ഇത്രയുമാണ് ഇൻകം മെത്തേഡിൽ വരുന്നത്. അപ്പം സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെന്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റെന്ന് പറയോ? ഇല്ല, കാരണം ഇതും ജി ഡി പി ആണ്, ഇതും ജി ഡി പി ആണ് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ പ്രൊഡക്റ്റ് മെത്തേഡില്, എക്സ്പെൻഡിച്ചർ മെത്തേഡില്, ഇൻകം മെത്തേഡില് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൺസംഷൻ പ്ലസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സസ് പ്ലസ് സേവിങ്സ്, ഇതിനെ നമ്മൾ ജി ഡി പി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ചാക്കുകയാണ്. അതായത് സി പ്ലസ് ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് എന്നെടുക്കുകയാണ്. അപ്പൊ ഇവിടെ സിയും കൺസംഷനും ക്യാൻസൽ ആയി പോകും. ബാക്കി ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജി പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തുകയാണ്. അവർക്ക് കിട്ടുന്ന വേജസ്, നമ്മൾ കൊടുക്കുന്ന വേജസ്, ഇൻകം, റെന്റ്, പ്രോഫിറ്റ്, ഇത് ഇത്രയുമാണ് ഇൻകം മെത്തേഡിൽ വരുന്നത്. അപ്പം സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെന്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റെന്ന് പറയോ? ഇല്ല, കാരണം ഇതും ജി ഡി പി ആണ്, ഇതും ജി ഡി പി ആണ് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ പ്രൊഡക്റ്റ് മെത്തേഡില്, എക്സ്പെൻഡിച്ചർ മെത്തേഡില്, ഇൻകം മെത്തേഡില് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൺസംഷൻ പ്ലസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സസ് പ്ലസ് സേവിങ്സ്, ഇതിനെ നമ്മൾ ജി ഡി പി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ചാക്കുകയാണ്. അതായത് സി പ്ലസ് ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ്
എന്നെടുക്കുകയാണ്. അപ്പൊ ഇവിടെ സിയും കൺസംഷനും ക്യാൻസൽ ആയി പോകും. ബാക്കി ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജി പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ, എനിക്കൊരു പറ്റിപ്പോയി കേട്ടോ, ഒരു തെറ്റ് പറ്റിപ്പോയി, അത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. സോ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് കേട്ടോ. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് ഞാൻ എക്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ആലോചിച്ചു. എക്സ്പെൻഡിച്ചറിന്റെ കൂടെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടും കൂടെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടും കൂടെ വരുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള ജി ഡി പി. സോ ജി ഡി പി എന്ന് വെച്ചാൽ എന്താണ്? സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്നുള്ളതാണ് കേട്ടോ. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നെറ്റ് ഫാക്ടർ ഫ്രം അബ്രോഡ്, അതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്, കൺസംഷൻ പ്ലസ് സേവിങ്സ് പ്ലസ് ടാക്സസ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു കൺസ്യൂം ചെയ്യുകയാണ്, അതുപോലെ തന്നെ സേവ് ചെയ്യുകയാണ്, ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ജി ഡി പി. അത് ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ജി ഡി പി. അത് ജി ഡി പി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ഫോർമുലയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്ന് പറയുന്നതും സി പ്ലസ് എസ് പ്ലസ് ടി എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ഈ സിയും ക്യാൻസൽ ആവും. അപ്പൊ സേവിങ്സ് പ്ലസ് ടാക്സ് എന്ന് പറയുന്നത് എന്താവും? ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആവും. ഓക്കെ, ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇനി നമ്മൾ ഈ ഒരു വലിയ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി. ഐ മൈനസ് എസ് പ്ലസ് ജി മൈനസ് ടി ഇസ് ഈക്വൽ ടു എം മൈനസ് എക്സ്. ഐ മൈനസ് എസ് പ്ലസ് ജി മൈനസ് ടി ഇസ് ഈക്വൽ ടു എം മൈനസ് എക്സ്. ഈ ജി മൈനസ് ടി എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് സ്പെൻഡിങ് മൈനസ് ഗവൺമെന്റ് ടാക്സേഷൻ ആണ്. അതായത് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ മൈനസ് അവർക്ക് കിട്ടുന്ന ഇൻകം ആണ്. അതായത് ഗവൺമെന്റിന്റെ എന്താണ്? ഡെഫിസിറ്റ് ആണ്. ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് ആണ്. എന്തിന്റെ ഡെഫിസിറ്റ് ആണ്? ഗവൺമെന്റ് ഡെഫിസിറ്റ് ആണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് ആണ്. ഇതെന്താണ്? ട്രേഡ് ഡെഫിസിറ്റ് ആണ്. എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ്. അതായത് നമുക്ക് അറിയാമല്ലോ എന്താണ്. സോ അതായത് ഗവൺമെന്റ് ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും ഇല്ലെങ്കിൽ ഇൻകം വിൽ ബിക്കം ഈക്വൽ ടു സേവിങ്സ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് വിൽ ബിക്കം ഈക്വൽ ടു സേവിങ്സ്. സോ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക. പുതിയ ക്ലാസ്സസ് വേണമെങ്കിൽ പറയാം. LDCയുടെ ക്ലാസ്സിൻ്റെ പിറകെ വരും. കുറച്ച് മെമ്മറി സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വൈകുന്നേരത്തോടു കൂടി എല്ലാം അപ്ലോഡ് ആക്കാം. ഓക്കെ, എനിവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ബൈ.